നമസ്കാരം. എന്നോട് പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ ബൈബിളിലും ഖുറാനിലും പുനർജന്മത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഹൈന്ദവ ദർശനത്തിലാണ് ഈ പുനർജന്മം പറയുന്നത്. അതെങ്ങനെ? അപ്പോൾ ആ ദൈവമല്ലേ ഈ ദൈവം, അല്ലെ ഈ ദൈവമല്ലേ ആ ദൈവം? അപ്പോൾ പല പല അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ശരിക്കും ഇത് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന സംശയമാണ്. ഞാനായിട്ട് ദൈവം പല കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നപ്പോൾ ഈ ബൈബിളിലൂടെ പോകണമെന്നും ഖുറാനിലൂടെ പോകണമെന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ഈ വ്യത്യാസങ്ങളിൽ ഒരു പ്രധാന വ്യത്യാസമാണ് ഈ പുനർജന്മം. പക്ഷേ ഈ പുനർജന്മം എന്ന് പറയുന്ന കാര്യം ബൈബിളിൽ ചില സ്ഥലത്തും ഉണ്ട്, പക്ഷെ അതാരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഒരു ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ശരിക്കും രണ്ടാമത് പുനർജനിച്ച് വരുന്നതാണ് യോഹന്നാൻ സ്നാപകനെന്നും, ഇനി അന്ത്യകാലത്ത് ആ യേശുവിന്റെ ആത്മാവ് ക്രിസ്തു രണ്ടാമത് തിരിച്ചു വരുമെന്നും ആ കാലഘട്ടത്ത് യോഹന്നാൻ സ്നാപകൻ വീണ്ടും പുനർജനിക്കുമെന്നും ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു പുനർജനിച്ച് ആണ് രണ്ടാമത് വരുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും അത് ഏതോ മേഘത്തിലൂടെ പണ്ടത്തെ യേശു വരും എന്ന ധാരണയിൽ തെറ്റിദ്ധരിച്ചിരിപ്പുണ്ട്. അങ്ങനെയല്ല ദൈവം എന്നോട് പറയുന്നത്. ആ മേഖലയെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു സമയത്ത് പറയാം. എന്തായാലും പുനർജന്മം പറയുന്നുണ്ട്. പിന്നെ ദാനിയേലും അങ്ങനെ എന്തോ പറയുന്ന ഒരു പ്രവാചകൻ അന്ത്യകാലത്ത് വരും, അപ്പോൾ ബാക്കി അന്ന് പറഞ്ഞു തരാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ആ പ്രവാചകന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം പുനർജന്മം എന്ന് പറയുന്ന കാര്യം ഒന്ന് രണ്ടെണ്ണം ബൈബിളിലുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ആ ദൈവം എന്നോട് പറഞ്ഞതിന്റെ കാരണം, സൃഷ്ടാവാൻ ദൈവത്തിലോട്ട് എത്തുന്ന വ്യക്തികൾക്ക്, അതിന്റെ ആ ലെവലിലെത്തുന്ന അവസാന ആ ജന്മത്തിലേക്കൊക്കെ വരുന്ന വ്യക്തികൾക്ക് പിന്നെ പുനർജന്മം ഇല്ല. ഇപ്പൊ ഹൈന്ദവത്തിലാണെങ്കിലും നമ്മൾ ആ ശരിക്കും അൾട്ടിമേറ്റ് ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് ലയിക്കുന്ന, അതിലോട്ട് മുക്തി മോക്ഷത്തിലോട്ട് പോകുന്ന വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പുനർജന്മം ഇല്ല. അപ്പൊ അതേപോലെ ആ ഒരു പുനർജന്മം ഇല്ലാതെ ദൈവത്തിലേക്ക് എത്തുന്ന മാർഗമാണ് യേശുവിലൂടെ മുഹമ്മദ് നബിയിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് അവർ പറയുന്ന അതേ രീതിയിൽ പോയാലേ അത് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്ന് തെറ്റി യേശു ക്രിസ്തുവിന്റെ മതമാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ഞാൻ ആളാണ്, അതുകൊണ്ട് പുനർജന്മം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ പറയുന്ന പ്രകാരം ആ അള്ളാഹു എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു പറയുന്ന ആ സൃഷ്ടാവാം ദൈവം, പിതാവാം ദൈവം, ആ ദൈവത്തിലോട്ട് എത്തുന്നവർക്കാണ് പുനർജന്മം ഇല്ലാത്തത്. പക്ഷെ ആ പ്രവാചകരെല്ലാം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് അതിലോട്ട് ഇത് എത്തിക്കുന്നത്. പുനർജന്മം എന്ന് പറയുന്ന കാര്യം പറയാതെ ആ ദൈവത്തിലോട്ട് എത്തിക്കുകയാണ്. പക്ഷെ ഹൈന്ദവത്തിൽ അതുകൊണ്ട് ഇതുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പൊ ഇതിലെല്ലാം ചേർന്നതാണ് ഹൈന്ദവ ദർശനം. പക്ഷെ അതിലൊക്കെ ഭാഗികമുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ബൈബിളിൽ വിശ്വസിച്ച മതത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവര് എല്ലാം ബൈബിളിലുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. കാരണം പക്ഷെ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, യേശു ഭാരതത്തിലും 17 വയസ്സിന് ശേഷം ഭാരതത്തിലും പല സ്ഥലങ്ങളിലും അന്ന് ദൈവം എന്ന് പറയുന്ന ജനങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആത്മീയ മേഖലകളും ഒക്കെ യേശു കറങ്ങി നടന്ന് സകലതും മനസ്സിലാക്കിയിട്ടാണ് തിരിച്ച് അവിടെ വന്നിട്ട് ആ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ഹൈന്ദവ ദർശനവുമായിട്ടും ഒക്കെ ബന്ധം വരുന്നത്. കാരണം യേശു ശരിക്കും ആ ദൈവത്തിലോട്ട് അൾട്ടിമേറ്റ് ദൈവത്തിലോട്ട് എത്തിക്കേണ്ട വഴികളാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യാസം വരുത്തിച്ചാണ് ഈ ഖുറാനിൽ ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. ഖുറാനിൽ എന്ന് പറഞ്ഞാൽ ഇന്ന പാപത്തിന് ഇന്ന ശിക്ഷ, ഇന്നതിന് ഇന്ന ശിക്ഷ, അതായത് കർമ്മഫലം സമയം അനുഭവിച്ച് തീർന്ന് നീ ദൈവത്തിലെത്തുക. ഇതും നമ്മൾ ഹൈന്ദവ ദർശനത്തിലുള്ളതാണ്. അപ്പം നമുക്ക് ഹൈന്ദവത്തിൽ പല പല മാർഗങ്ങളിലൂടെ ദൈവത്തിലെത്താം. അതിൽ ഒരു മാർഗമാണ് പറ്റുന്ന കർമ്മത്തിന്റെ ഫലമെല്ലാം അനുഭവിച്ച് ദൈവത്തിലേക്ക് എത്തുക. അപ്പൊ ഖുറാനില് അതും അൾട്ടിമേറ്റ് ദൈവത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കർമ്മത്തിന്റെ ഫലം മാക്സിമം അനുഭവിക്കുക, അതാണ് മുസ്ലിം മാർഗം. ശരിക്കും പറഞ്ഞാൽ കണ്ണുകൊണ്ട് പാപം ചെയ്ത് കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക, കൈ കൊണ്ട് പാപം ചെയ്താൽ കൈ അങ്ങ് വെട്ടിക്കളയുക. ഇങ്ങനെ കടുത്ത രീതിയിലാണ് ഇസ്ലാമിക രീതിയിൽ അവർ ദൈവത്തിലോട്ട് ആ വ്യക്തിയെ എത്തിക്കുന്നത്. കാര്യം ചെയ്യുന്ന തെറ്റിന്റെ പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്തിലോട്ട് എത്തിക്കില്ല. അപ്പൊ അവർ വിശുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ശിക്ഷകളെല്ലാം. ഇപ്പം നമ്മളെ കൊല്ലുക വരെ ചെയ്യുന്നത് വരെ അവർ വിശുദ്ധമായി ചെയ്യുന്നതാണ്. അങ്ങനെ ആ വ്യക്തിയുടെ ആത്മാവിന് മോചനം കൊടുക്കുന്നു എന്ന രീതിയിലാണ് അവർ ആ ശിക്ഷാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് മതങ്ങളിലും പുനർജന്മങ്ങളെ കുറിച്ച് പറയാത്തത്. കാരണം ആ അൾട്ടിമേറ്റ് ദൈവത്തിലോട്ട് എത്താൻ പഠിപ്പിക്കുന്ന ആ വിഭാഗത്തില് പിന്നെ പുനർജന്മം പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അവർ ഇപ്പൊ ഇസ്ലാം മതത്തിലാണെങ്കിലും ഹൈന്ദവ മതത്തിലാണെങ്കിലും ആ മീഡിയത്തെ ആരാധിച്ച് ആ മീഡിയത്തെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കൊന്നും ദൈവത്തിലോട്ട് എത്താൻ കഴിയില്ല. അപ്പൊ മുസ്ലിംസിൽ ഒരുപാട് പേര് അങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്നത് കാരണം
അതിന്റെ ശിക്ഷ എന്നോണം അവർക്ക് ഭൂമിയിൽ ഒരുപാട് കഷ്ടം അനുഭവിക്കുകയും പിന്നീട് ദൈവത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യുന്നുള്ളൂ. അപ്പം കഷ്ടം അനുഭവിക്കാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് പുനർജന്മത്തിലൂടെ വന്ന് ഇതെല്ലാം പാലിച്ച് തീർക്കേണ്ടി വരും. ക്രിസ്ത്യ മതത്തിൽ അങ്ങനെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ഇടനിലക്കാരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അൾട്ടിമേറ്റിലോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ അത് തെറ്റ് എന്ന് ദൈവം പറയുന്നതുമില്ല, അവർക്ക് അത്രയും വളരാൻ പറ്റുന്നില്ല. പക്ഷെ പിന്നീട് ആ അടുത്ത ജന്മത്തിലോ വല്ലോ അവർക്ക് ആ ഒരു അൾട്ടിമേറ്റ് യേശു പറഞ്ഞ ആ പിതാവാം യേശു ആരെയാണ് പ്രാർത്ഥിച്ചത് ആ ദൈവത്തെ അവർ പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ ലെവലിൽ അവർ പിന്നീട് പോകുന്നവർക്ക് ആ ദൈവത്തിലോട്ട് എത്താനും പറ്റും. അപ്പം പഠിപ്പിച്ചത് ഇങ്ങനെയാണെങ്കിലും ആ ലെവലിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് മതത്തിലും ആൾക്കാർ എത്തുന്നില്ല. പിന്നെ ഞാൻ അപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തെറ്റൊക്കെ ചെയ്ത് ദൈവത്തിൽ അപ്പൊ ഇങ്ങനെ പോകുന്നവരൊന്നും ദൈവത്തിലോട്ട് എത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവർക്കാരെ പുനർജന്മം കൊടുത്ത് അപ്പോൾ വളരെ കുറച്ചല്ലേ ദൈവത്തിൽ എത്തുള്ളൂ. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത്, എന്നിങ്ങനെയൊക്കെ തെറ്റിപ്പോയാലും ആ ദൈവമെന്ന് വിചാരിച്ച് ഏതെങ്കിലും മീഡിയംസിനെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ട് പോകുന്നവർക്ക് ശരിക്കും അവരുടെ വയസ്സാം കാലത്തോ അല്ലെ അന്ത്യ സമയത്തോ അവർക്ക് ആ ബോധം വരും. വരാത്തവർക്കാണ് ശരിക്കും പറഞ്ഞാൽ പുനർജന്മം അങ്ങനെ കൊടുക്കുന്നത്. ആ ബോധം ദൈവം തന്നെ അവർക്ക് വരുത്തിക്കും. പക്ഷെ ആ സമയത്തേക്കും അവർ വയോവൃദ്ധരൊക്കെ ആയി കഴിയും. അപ്പോൾ വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങളൊക്കെ വന്ന് അവരവിടെ കിടന്നത് അനുഭവിക്കും. അതുകൊണ്ടാണ് ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ചിലര് മരണശയ്ക്ക് 2-3 ദിവസത്തിന് മുമ്പ് കണ്ണുനീരൊക്കെ ഒരുപാട് ഒഴുകി അവർ ഇങ്ങനെ വെപ്രാളം പിടിച്ച് വെറുതെ കിടക്കുക, ആരുടെ സംസാരിക്കുകയൊന്നുമില്ല. അത് കാരണം അവരുടെ മനസ്സിൽ വരുന്ന പല പല തെറ്റുകളും മണ്ടത്തരത്തിന്റെ കുറ്റബോധമാണ്. അപ്പൊ അതിലെല്ലാം ഈ മീഡിയത്തിനെ വെച്ചതും ആ ശരിക്കും അൾട്ടിമേറ്റ് ദൈവത്തിലോട്ട് പോകാൻ പറ്റാത്തതിന്റെ വിഷമമൊക്കെ ആ സമയത്ത് അവർ തീർക്കും. ദൈവത്തോട് അവർ ആത്മാവ് ക്ഷമയും പറയും. അങ്ങനെ പറഞ്ഞ് അവരെ ദൈവത്തിലോട്ട് തന്നെ കൊണ്ടെത്തിക്കും. കാര്യം അവർ സത്യം തിരിച്ചറിഞ്ഞ് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം വേണ്ട. എന്നാൽ ഇതാണ് ശരി എന്ന് വിചാരിച്ച് മരിക്കുന്നവർക്കാണ് മറ്റൊരു ലോകത്ത് കൊണ്ടുപോയി ശിക്ഷയും ഒക്കെ കൊടുത്ത് അവരെ പിന്നെ ഒരു ജന്മം നൽകി അവരെ ശരി പഠിപ്പിക്കുന്നത്. അപ്പം മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അവർക്ക് ആ ബോധം വന്ന് കുറ്റബോധം വന്ന് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് ആ സൃഷ്ടാവാൻ ദൈവത്തിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ ആ വയസ്സായി മരിക്കുന്ന സമയത്ത് അവർക്ക് അതിനുള്ള പാപമെല്ലാം കർമ്മത്തിന്റെ ഫലമൊക്കെ ഭൂമിയിൽ തന്നെ തീർന്ന് അവർ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അനേക ആൾക്കാരെ എല്ലാ മതത്തിൽ നിന്നും ശരിക്കും ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് ദൈവം എത്തിയും കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഈ പറഞ്ഞു വരുന്ന ആ ദർശനം നേരത്തെ മനസ്സിലാക്കി അതിനെ നേരത്തെ ശ്രമിച്ച് അങ്ങനെ പോകുന്നവർക്ക് അവരുടെ അവസാന കാലഘട്ടം നല്ല സുഖകരമായിരിക്കുകയും മരണമൊക്കെ വളരെ സുഖകരമായ ഒരു മരണം അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷെ തിരിച്ചറിയാതെ പോകുന്നവരാണ് അവസാനം ഈ രീതിയിൽ പ്രായച്ചിത്തമൊക്കെ ചെയ്ത് അനുഭവിച്ചിട്ട് സ്വർഗത്ത് പോകേണ്ടി വരുന്നത്, അല്ലെ ദൈവത്തിലേക്ക് എത്തേണ്ടി വരുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി അടുത്തത്.